സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. 13-ാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 14-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിരുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നേർച്ച എന്ന് നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ടാണ്. കുരിശ് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ ദുഃഖം സമാപന പ്രാർത്ഥന എല്ലാവർക്കും നമ്മുടെ കയ്യിലുള്ള പേപ്പർ പ്രയർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് ചൊല്ലാം. കാൽവരിക്കുന്നിൽ ഇരുമ്പാണികളാൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് ഞങ്ങൾക്കായി ജീവൻ ഹോമിച്ചവനെ, ഞങ്ങളുടെ ഉത്ഥാനവും പ്രത്യാശയുമായ അങ്ങയുടെ വിശുദ്ധ കുരിശിനെ പ്രത്യേകമായി വണങ്ങുന്ന ഞങ്ങളിൽ കനിയണമേ. അങ്ങ് നടന്ന സഹന വഴികളെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മേലും ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേലും കൃപാകടാക്ഷമുണ്ടാകണമേ. വേദനിക്കുന്ന സഹോദരങ്ങളിൽ അങ്ങയുടെ തിരുമുഖം ദർശിച്ച് അവരെ സ്നേഹപൂർവം ശുശ്രൂഷിക്കുന്നതിനും അങ്ങയുടെ വിശുദ്ധ കുരിശിനോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ
ജീവിത ക്ലേശങ്ങളിൽ തളരാതെ മുന്നേറുന്നതിനും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകം യാചിക്കുന്ന അനുഗ്രഹം നമുക്കിവിടെ പറയാം. ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെ മേലും, നമ്മുടെ നിയോഗങ്ങളുടെ മേലും, നമ്മുടെ ഭവനത്തിൻ്റെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കയ്യിലുള്ള കുരിശടിയിൽ സമർപ്പിച്ച് ആ കുരിശടി തന്നെ കൽക്കുരിശ് ക്രിസ്തുവാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ, വിശ്വാസത്തിൽ ആ കൽക്കുരിശ് തൊട്ട് വന്ദിക്കാം. അതിനുശേഷം ഇത്തിരി സ്വരൂപം തൊട്ട് വന്ദിച്ച് നമുക്ക് എന്നിട്ട് നമുക്ക് നേർച്ചക്കഞ്ഞി കുടിക്കാനായിട്ട് പോകാം. നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തിയ, ഇപ്പോൾ 3 ദിവസം നമ്മൾ നടത്തിയ ഈ കുരിശ് സമർപ്പണ നേർച്ച നാളെ നമുക്ക് ഓരോ കുടുംബത്തിനും വ്യക്തിപരമായും ചെയ്യാനായിട്ടുള്ള അവസരമുണ്ടാകും. നമുക്ക് രാവിലത്തെ 6 മണിയുടെ കുർബാനയ്ക്ക് ശേഷം തുടർന്നുള്ള സമയങ്ങളിൽ രാത്രി വൈകുന്നതുവരെയും നമുക്ക് അത് ഈ നേർച്ച നടത്താൻ സൗകര്യമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നേർച്ച നടത്തുമ്പോൾ നാളെ നമ്മുടെ കഴുത്തിലിടാനായിട്ട് വെഞ്ചരിച്ച ഒരു കുരിശുമാല നമുക്ക് നൽകുന്നതായിരിക്കും. അത് കഴുത്തിലിട്ട് അതോടൊപ്പം തന്നെ ഈ മരക്കുരിശ് കയ്യിൽ പിടിച്ച് ഒരു കത്തിച്ച തിരിയുമായിട്ടായിരിക്കും നമ്മൾ ഈ കുരിശിൻ്റെ സമർപ്പണ നേർച്ച നടത്തുക. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട്, കുടുംബസമേതമാണെങ്കിൽ അങ്ങനെ കുടുംബസമേതം ചെയ്യാം. അത് വളരെ കൃപാദായകമായിരിക്കും. നിയോഗങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്ന ഒരു വഴിയായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരും എത്തട്ടെ. നാളെ തിരുനാൾ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും.